ഹേ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗെയിം ഓഫ് ത്രോൺസ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഡ്രാഗൺസ് കണ്ട ഒരു ഫാൻസിന് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന നെക്സ്റ്റ് സീസൺ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു സ്റ്റോറിയാണ് എ നൈറ്റ് ഓഫ് സെവൻ കിങ്ഡം. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ HBO അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഗെയിം ഓഫ് ത്രോൺസ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് ദ ഡ്രാഗൺസിൻ്റെ ഒക്കെ ഫാൻ ആയിട്ടുള്ള ഒരാൾക്ക് എപ്പോഴും മൈൻഡ് ഉണ്ടാവുക ഈ ഒരു സീരീസ് എന്നൊക്കെ പറയുമ്പോൾ ഡ്രാഗൺസ് അല്ലെങ്കിൽ വൈറ്റ് വാക്കേഴ്സ് അല്ലെങ്കിൽ ഡ്രാഗൺസിനെ നയിക്കുന്ന ഈ ടാർഗേറിയൻസ് അവരുടെ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട് ഒരു ഡ്രാഗൺസോ വൈറ്റ് വാക്കേഴ്സോ ഇവൻ ടാർഗേറിയൻസ് തന്നെ ഭയങ്കര കുറച്ചേ ഉള്ളൂ കേട്ടോ. പക്ഷെ ആ എല്ലാ ടാർഗേറിയൻസ് ഒക്കെ നല്ല കിഡിലൻ ടാർഗേറിയൻസ് ആണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ടാർഗേറിയൻസ് ആണ് ഈ ഒരു സീസണിൽ ഈ ഒരു സീരീസിലുള്ളത്. അതിൽ ഒരുത്തം മാത്രമേ ഏഴൻ മാത്രമേ കുറച്ച് എഴുതും കെട്ട സ്വഭാവമുള്ളൂ, ബാക്കി എല്ലാം കിഡിലൻ ടാർഗേറിയൻസ് ആണ് കേട്ടോ. ഈ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു രണ്ട് വ്യക്തികൾ അവർ കാണുന്ന കാഴ്ചകളും അവരെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇപ്പം ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജോർജ് R.R. മാർട്ടിൻ ഈ ഒരു മനുഷ്യൻ ഉണ്ടാക്കി തീർത്ത ഒരു വേൾഡ് ഉണ്ടല്ലോ, ഈ ഡ്രാഗൺസ് അല്ലെങ്കിൽ വെസ്റ്റ്രോസ് എന്നൊക്കെ പറഞ്ഞ ഈ ഒരു സെവൻ കിങ്ഡം, ആ ഒരു വേൾഡ് തന്നെ ഭയങ്കര മാജിക്കലാണ്. എനിക്കറിയാൻ വയ്യ ഈ ആളെങ്ങനെയാണ് ഈ ഒരു സ്റ്റോറിയൊക്കെ, ഇയാളെ സ്റ്റോറി ടെല്ലിങ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ മനുഷ്യൻ്റെ ഒരു തിങ്കിങ് ലെവലൊക്കെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ ഒരു ജീനിയസ് ആണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും നല്ല കിഡിലൊരു വേൾഡ് തന്നെ ആളെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഈ ആളൊക്കെ ഏത് യൂണിവേഴ്സിലുള്ള ആളാണ്, ഇത് ഏലിയനെങ്ങാനാണോ, ഇമാതിരിയൊക്കെ എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് ആളുടെ ഈ ഒരു മാജിക്കൽ കൈകൾ എന്തായാലും ഈ ഒരു സീരീസിലും നമുക്ക് ഉടനീളം കാണാം കേട്ടോ. ഈ ഒരു സ്റ്റോറി രണ്ട് വ്യക്തികളെ ബേസ് ചെയ്തിട്ടുണ്ടോ, അവർ കാണുന്ന കാഴ്ചകളും അവരിലൂടെയാണ് ഈ സ്റ്റോറി പോകുന്നത്. ഡങ്കും എഗ്ഗും. ഈ ഡങ്കിൻ്റെ സ്ക്വയർ ആയിട്ടാണ് നമ്മളെ എഗ്ഗ് പോകുന്നത്. എഗ്ഗ് ഒരു കുഞ്ഞു കുട്ടിയാണ് കേട്ടോ. ഈ എഗ്ഗാണ് മേഘ ടാർഗേറിയൻ്റെ യങ്ങസ്റ്റ് സൺ കേട്ടോ. അതായത് എയ്ക്കൺ ടാർഗേറിയൻ 5th ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരുടെ പേരൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് നെയിംസ് ആണ്. ഇവർ 5th 4th അങ്ങനെ കുറേ സെയിം നെയിം തന്നെ നമുക്ക് ഒരുപാട് വട്ടം കേൾക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും. ഈ എഗ്ഗ് ആളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെയാണ് കേട്ടോ ആദ്യം ഡങ്കിൻ്റെ അടുത്ത് സ്ക്വയർ ആയിട്ടൊക്കെ അപ്രോച്ച് ചെയ്യുന്നത്. എന്തായാലും ഞാൻ ആ സ്റ്റോറിയിലേക്കൊന്നും പോകുന്നില്ല. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്പോയിലറാവും. ഇനി ആരെങ്കിലും കാണാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. സോ ഇവരെ ബേസ് ചെയ്തിട്ടാണ് ഈ കഥ ഉള്ളത്. അപ്പോൾ മുന്നത്തെ നമ്മളെ ഗെയിം ഓഫ് ത്രോൺസ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് ദ ഡ്രാഗൺസ് ഒക്കെ കണ്ടവർക്കറിയാം, അതിൽ ഭയങ്കര പറ ആൾക്കാർ മരിക്കും. ഈ ഡ്രാഗൺസ് തുപ്പിയിട്ടും ഓരോ ഫൈറ്റിലും ഒരുപാട് ആൾക്കാർ മരിച്ചു വരുന്നൊക്കെ കാണാം. അപ്പോൾ ഇവരുടെ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ചേ കാണിക്കാറില്ല. ഈ സ്മാർട്ട് ഫോക്സ് എന്ന് പറഞ്ഞ ആൾക്കാർ കുറച്ച് പോർഷൻസ് മാത്രമേ ബാക്കി രണ്ട് സീരീസിലും കാണിച്ചിട്ടുള്ളെങ്കിൽ ഈ ഒരു സീരീസിൽ അവരുടെ ഇല്ലായ്മയും അവരനുഭവിക്കുന്ന കഷ്ടപ്പാടൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ആദ്യത്തെ 4 എപ്പിസോഡിൽ ഈ ഡങ്കും എഗ്ഗും അവർ കാണുന്ന കാഴ്ചകളും പിന്നെ എങ്ങനെ നൈറ്റായി മാറുന്ന ആ ഒരു എന്താ പറയുക ഡങ്കിൻ്റെ ആ ഒരു ഉദ്ദേശം അങ്ങനത്തെ കാര്യങ്ങളാണ്. ആ ഒരു ലെവലിലാണ് ഈ ഒരു സ്റ്റോറി പോകുന്നതെങ്കിൽ ഈ 4th എപ്പിസോഡിൻ്റെ ലാസ്റ്റ് പോർഷൻ വെച്ചിട്ട് നമ്മൾ കഥ ടോട്ടലി അങ്ങ് മാറുകയാണ് കേട്ടോ. ഒരു ഭയങ്കര ബ്ലാസ്റ്റ് തന്നെയാണ്. അപ്പം ഇതിൻ്റെ ലാസ്റ്റത്തെ 2 എപ്പിസോഡ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിലൊരു കിഡിലൊരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് സീക്വൻസ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ ഭയങ്കര ഭംഗിയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ജോർജ് R.R. മാർട്ടിൻ എന്ന വ്യക്തിയുടെ ആ ഒരു കഴിവ് ഈ ഒരു സീരീസിൽ ഭയങ്കര വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഒരു ഗെയിം ഓഫ് ത്രോൺസ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഡ്രാഗൺസ് കണ്ടിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സീരീസിൻ്റെ ഫാൻ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ട ഒരു സീരീസും കൂടെയാണ് കേട്ടോ എ നൈറ്റ് ഓഫ് സെവൻ കിങ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഭയങ്കര പെട്ടെന്ന് സീസൺ തീർന്ന പോലെ എനിക്ക് തോന്നി. ഇനി അടുത്ത സീസൺ ഈ അടുത്ത വർഷം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷത്തിൽ കാണുള്ളൂ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് കുഴപ്പമില്ല. ആസ് എ ഗെയിം ഓഫ് ത്രോൺസ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് ദ ഡ്രാഗൺസ് സീരീസ് ഫാൻസ് ആണെങ്കിൽ നമുക്ക് ഇനി അടുത്ത് സന്തോഷിക്കാൻ വേറൊരു വകയും കൂടെ ഉണ്ട്. നമ്മുടെ ഹൗസ് ഓഫ് ദ ഡ്രാഗൺസിൻ്റെ അടുത്ത സീസൺ ഈ ജൂണിൽ വരും എന്നാണ് കേൾക്കുന്നത്. അപ്പം ഇനി എന്തായാലും അത് കണ്ട് നമുക്ക് സംതൃപ്തി അടയാം. എന്തായാലും ഈ ഒരു ഗെയിം ഓഫ് ത്രോൺസിൻ്റെ സീരീസിൽ മൊത്തത്തിൽ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ എ നൈറ്റ് ഓഫ് സെവൻ കിങ്ഡംസ് എന്തായാലും മസ്റ്റായിട്ടും കാണണം. നിങ്ങൾക്ക് ഒരിക്കലും ഒരു നിരാശയായിരിക്കില്ല. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ, സീ യു.